സാറേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ സാറ് നോക്ക്. നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ചാണ്ടി ഉമ്മനാണ്. സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള ഒരു 3 മെറിറ്റും ഡിമെറിറ്റും പറയാൻ പറ്റും. നിങ്ങൾക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. മെറിറ്റ് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയാം. തീരത്തുമില്ല. നമ്മളിവിടെ ചെലവ് കുറച്ചിരിക്കുക മുഴുവൻ. നിങ്ങൾ നോക്കാം, എൻ്റെ ഒരു ഫ്ലെക്സോ ബാൻഡറോ കാണത്തില്ല, പോസ്റ്റർ പോലും ഇട്ടിട്ടില്ല. എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ. ഇപ്പം മാക്സിമം ഞങ്ങൾ ചുവരെഴുത്തുണ്ട്. അപ്പം ഞങ്ങൾക്ക് പൈസയുടെ പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ 100 വീടുകൾ പുതുപ്പള്ളിക്ക് വേണ്ടി കൂടുതൽ ചെയ്യുന്നു. 50 വീട് ചെയ്തു, ഇനി ഒരു 100 വീട് കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതിന് 25 വീടിന് തറക്കല്ലിട്ടു. അപ്പം എനിക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ട്. പിന്നെ ഭവനരഹിതരില്ലാത്ത പുതുപ്പള്ളി ഒരു 5-10 വർഷം കൊണ്ട് അല്ലെങ്കിൽ 15 വർഷം കൊണ്ട് അങ്ങനെ ഒരു സ്പേസിലെത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനുള്ളത്. സന്തോഷായി. സർക്കാരിന്റെ സഹകരണം എന്നുള്ളത് വട്ടപൂജ്യ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. LDF അല്ലാതെ ആരുണ്ടെന്നാണ് LDFിന്റെ ഈ പറഞ്ഞ പോലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. LDF അല്ലാതെ ആരും ഇല്ലേ? വെറുതെ ചിരിപ്പിക്കരുത്. PR-ലാണ് അവര്. ഞങ്ങൾക്ക് PR-നപ്പുറം ഞങ്ങളുടെ വർക്കാണ്. എന്താണ്? കൊച്ചി മെട്രോ, കണ്ണൂർ എയർപോർട്ട്, വിഴിഞ്ഞം പോർട്ട്, ഈ 3 പദ്ധതികൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ എന്താണ് ഇടതുപക്ഷത്തിന് വെക്കാനുള്ള ഒറ്റ പദ്ധതി? വെറുതെ പറയുന്ന സാർ, വെറുതെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത്. ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ചെറിയ കുട്ടിക്കും വളരെ ഉറക്കം വിളിച്ചു ഉമ്മൻചാണ്ടി അപ്പൊ പുള്ളി ഇങ്ങനെ റിപ്ലൈയൊക്കെ കൊടുക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ വീട് കയറുമ്പോ ആ ഒരു സ്നേഹവും ഒക്കെ കിട്ടുന്നുണ്ട്. എന്റെ പ്രശ്നം ഇപ്പൊ എനിക്ക് വലിയ പ്രശ്നം വെച്ചാൽ ഇപ്പൊ എന്റെ കോമ്പറ്റീഷൻ ഇപ്പോഴും പുള്ളിയായിട്ടാ. ചാണ്ടിക്ക് ഇത്തവണ എത്ര ഭൂരിപക്ഷം ലഭിക്കുവേ? അല്ല, ഞാൻ ഒരിക്കലും എന്റെ ഭൂരിപക്ഷം പറയാറില്ല. കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടില്ല. ഈ പ്രാവശ്യം ജനങ്ങൾ തീരുമാനിക്കും. പക്ഷെ ഇച്ചൂടെ അടിപൊളിയായിട്ടായിരിക്കും ജനങ്ങൾ. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. സമാധാനായി. എന്നാ ഇറങ്ങട്ടെ, നാളെ വരാം.